വെൽക്കം ടു ആക്സണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സെക്ഷൻ എ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റത്തെ ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. സോ 7th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ പ്രൈവറ്റ് കമ്പനി? താഴെ പറയുന്ന ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ആ ഓപ്ഷനുകളിൽ ഏതാണ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഈ പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രൈവറ്റ് കമ്പനിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഏതാണ്? എന്താണ് ഓപ്ഷൻ എ? ക്യാൻ ഇഷ്യൂ ഷെയർസ് ടു ദ പബ്ലിക്. നമ്മൾ ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ആലോചിക്കണം, പ്രൈവറ്റ് കമ്പനീനെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഏതാണ് അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, പ്രൈവറ്റ് ആണ് കമ്പനി, പബ്ലിക് അല്ല. സോ പ്രൈവറ്റ് കമ്പനിയുടെ കേസാണോ ഇവർ പറയുന്നത്? എ, ഇറ്റ് ക്യാൻ ഇഷ്യൂ ഷെയർസ് ടു ദ പബ്ലിക്. ബി, മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 7 members. സി, റെസ്ട്രിക്ട്സ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ആൻഡ് ഡി, റിക്വയേഴ്സ് എ മിനിമം ക്യാപിറ്റൽ ഓഫ് ₹1 crore. ഒന്നാമത്തെ എന്താ പറയണത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്, ജനങ്ങൾക്ക് പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനിയിൽ അത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ എന്തല്ല, ഓപ്ഷൻ എ പ്രൈവറ്റ് കമ്പനീനെ കുറിച്ചല്ല പറയുന്നത്. ഇത് പോസിബിൾ ആവുന്നത് എവിടെയാണ്? പബ്ലിക് കമ്പനിയുടെ കേസിൽ മാത്രമാണ്. ഓക്കെ. ബി എന്താണ്? മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 7 members. പ്രൈവറ്റ് കമ്പനിക്ക് ഫോം ചെയ്യാൻ മിനിമം നമുക്ക് 7 members എങ്കിലും വേണം എന്നാണ് പറയുന്നത്. ആണോ? അല്ല. അത് നമ്മൾ പബ്ലിക് കമ്പനിയുടെ കേസാണ്. അതും പ്രൈവറ്റ് കമ്പനിക്ക് 2 പേര് മതി, 2 members ആണ് മിനിമം, മാക്സിമം 200. ദെൻ സി എന്താണ്? ഇറ്റ് റെസ്ട്രിക്ട്സ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അത് ശരിയാണോ? ഷെയർ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള സംഭവം ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചിട്ടുണ്ട്. അത് ഇവിടെ പറ്റില്ല, ഷെയർ ട്രാൻസ്ഫർ നടക്കില്ല. അത് പ്രൈവറ്റ് കമ്പനിയുടേതല്ലേ? അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 നോക്കിയതിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ബിക്കോസ് അത് മാത്രമാണ് പ്രൈവറ്റ് കമ്പനീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എയും ബിയും പബ്ലിക് കമ്പനീനെ കുറിച്ചാണ് പറഞ്ഞത്. ദെൻ ഓപ്ഷൻ ഡി കൂടെ നോക്കാം. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഡി കൂടെ നോക്കാം. റിക്വയേഴ്സ് എ മിനിമം ക്യാപിറ്റൽ ഓഫ് ₹1 crore. ഒരിക്കലും അല്ല, 1 കോടി രൂപയൊന്നും മിനിമം ക്യാപിറ്റലാണ്. പബ്ലിക് ആയാലും പ്രൈവറ്റ് ആണെങ്കിലും അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ഓക്കെ, സോ എന്താണ് നമ്മുടെ ഓപ്ഷൻ ഡിയും അല്ല ആൻസർ വരുന്നത്. ഈവൻ നമ്മൾ 1 lakh and 5 lakh എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ റീസെൻ്റ് ആയിട്ട് വരുന്ന ഏതൊരു അമെൻമെൻറ്റിൽ അത് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഒരു മിനിമം റിക്വയർമെൻറ്റ് പറയുന്നില്ല. പക്ഷേ ഓൾഡ് സിലബസിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴും ഉണ്ട്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു കറൻറ്റിൽ ഇപ്പോൾ പ്രസൻറ്റിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല റിയൽ ലൈഫിൽ. ഓക്കെ, റിക്വയർമെൻറ്റ്സ്. സോ അപ്പോൾ എന്താണ്, അല്ലെങ്കിലും 1 കോടി രൂപ ഒരിക്കലും അല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിയും അല്ല ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇറ്റ് റെസ്ട്രിക്ട്സ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്, ഇതിൽ പറഞ്ഞതിൽ ഏറ്റവും നന്നായിട്ട് നമ്മുടെ പ്രൈവറ്റ് കമ്പനീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണല്ലോ. ഇത് കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഇനി ഇത് രണ്ടും എയും ബിയും പബ്ലിക് കമ്പനീനെ കുറിച്ചാണ് പറയുന്നത്. ഡി പിന്നെ ഒരിക്കലും 2നെ കുറിച്ചല്ല പറഞ്ഞത്. ഒരു തെറ്റായിട്ടുള്ള ഒരു ഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓൾറെഡി അത്, ഓപ്ഷൻ ഡി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, റെസ്ട്രിക്ട്സ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കാം. എ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ഏൺസ് മണി ത്രൂ. ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അങ്ങനെ ആയിട്ടുള്ള ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയാണ് മണി ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കുന്നത്, ഏത് വഴിയിൽ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നതെന്നാണ്. ഓപ്ഷൻ എ മന്ത്ലി സാലറി, മാസ ശമ്പളത്തിലൂടെയാണോ? ബി, പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ് ഓർ സർവീസ്, അയാളുടെ ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ സേവനങ്ങളിൽ നിന്നോ കിട്ടുന്ന പ്രോഫിറ്റിലൂടെയാണോ? ദെൻ സി, ഗവൺമെൻറ് പെൻഷൻ, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പെൻഷനാണോ? ആൻഡ് ഡി, ഡെയിലി വേജസ്, ദിവസവേതനാടിസ്ഥാനത്തിലാണോ അവർക്ക് കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ എ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ഏൺസ് മണി ത്രൂ ഏതാണ്? ഈ 4 ഓപ്ഷനിൽ ഏതാണ്? എങ്ങനെയാണ് മണി അവർ ഏൺ ചെയ്യുന്നത്? ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മറ്റുള്ളവരുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യാതെ നമ്മുടെ തന്നെ ഒറ്റൊരു വ്യക്തി, അല്ലെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന രീതിയിൽ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാതെ സ്വയം എൻ്റെ കഴിവ്, അതുപോലെ ഞാൻ തന്നെ റിസ്ക് എടുത്തിട്ട് ഞാനാണ് ഫുള്ള് ഉത്തരവാദിത്വം എടുത്തിട്ട് ഞാനായിട്ട് എന്തെങ്കിലും തുടങ്ങിയിട്ട് അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ഏർണിങ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കീഴിലല്ല. അതാണ് മെയിനായിട്ട് അതിൻ്റെ പോയിന്റ് വരുന്നത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഞാൻ സെൽഫ്
ഞാൻ തന്നെ ഒറ്റയ്ക്ക്. ഓക്കെ, സോ എന്തായിരുന്നു ഓപ്ഷൻ എ? മന്ത്ലി സാലറി, മാസവരുമാനമാണ് അല്ലെങ്കിൽ മാസ ശമ്പളമാണോ? അല്ല, നമ്മൾ ആരുടെ കീഴിലും അല്ല പണിയെടുക്കുന്നത്. സോ നമുക്ക് മാസം അല്ല കിട്ടുന്നത്. സോ ഓപ്ഷൻ എ അല്ല. ബി ആണോ? പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഓർ സർവീസസ്. അതെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നമ്മുടെ ബിസിനസ്, നമ്മുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സോ സർവീസോ എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് എന്ത്? എൻ്റെ വരുമാനം അല്ലെങ്കിൽ ഞാൻ ഏൺ ചെയ്യുന്ന ക്യാഷ്. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മറ്റുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ടാവുന്നില്ല? ഗവൺമെൻറ് പെൻഷൻ, ഞാൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി അല്ല, എന്നാലേ എനിക്ക് ഗവൺമെൻറ് പെൻഷൻ കിട്ടുള്ളൂ. ഞാൻ എന്താണ്? ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണ്. ഞാൻ എൻ്റെ കഴിവ് വെച്ച്, ഞാൻ ഉത്തരവാദിത്വം കൊണ്ട്, ഞാൻ റിസ്ക് ഏറ്റെടുത്ത് നടത്തിയിട്ട് ഞാൻ മാത്രമാണ് അതിന് ലയബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതിലേക്ക് മറ്റൊരു തേർഡ് പാർട്ടി കടന്നു വരുന്നേ ഇല്ല, ഈവൻ ഗവൺമെൻറ് പോലും. സോ എന്താ? ഗവൺമെൻറ് പെൻഷനും അല്ല. ദെൻ ഡി, ഡെയിലി വേജ്. ഡെയിലി വേജ്, ദിവസവേതനം എന്ന് പറയാൻ നമ്മൾ ഈ മന്ത്ലി സാലറി പോലെ തന്നെ ഡെയിലി വേജും അല്ല. കാരണം എന്താ? ഞാൻ ആരുടെ കീഴിലല്ല, ഞാൻ എന്നുള്ള ഒരു സെൽഫ് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രം, വേറൊരാളും അതിൽ ഇടപെടുന്നില്ല. സോ ആരുടെ കയ്യിൽ നിന്നും വേജസ് ആണെങ്കിലും സാലറി ആണെങ്കിലും പെൻഷനും ഒന്നും കൈപ്പറ്റുന്നില്ല. ഓക്കെ, ഓൺലി ത്രൂ വിച്ച് എന്താണ്? ഓൺലി ത്രൂ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഓർ സർവീസസ്. അതാണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ക്യാഷ് ഏൺ ചെയ്യുന്നത് അയാളുടെ ബിസിനസ്സിലൂടെ വരുന്ന ലാഭത്തിലൂടെയാണ്, പ്രോഫിറ്റിലൂടെയാണ്. ഓക്കെ ആണല്ലോ? 9th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സോഴ്സ് ഓഫ് ഫിനാൻസ് ഡസ് നോട്ട് റിക്വയർ റീപേയ്മെൻറ്റ്? ഈ താഴെ പറയുന്ന ഓപ്ഷൻസിൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്, അതായത് നമ്മൾ ക്യാഷ്, സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ്, സാമ്പത്തികമായിട്ടുള്ളത്. സോ നമുക്ക് ക്യാഷ് നമ്മൾ എന്താ പറയുക, റേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കൂട്ടൻ സ്വരൂപിക്കാൻ നമുക്ക് എന്താണുള്ള സോഴ്സസ് ആണ്, കുറച്ച് വേസ് ആണ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? അപ്പോൾ ഇതിലെന്താണ്? ഇതിലേതോ ഒന്നിന് റീപേയ്മെൻറ്റ്, തിരിച്ചടവ് ആവശ്യമില്ല. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ലോൺസ്, ബി ഇക്വിറ്റി ഷെയർസ്, സി ഡിബെഞ്ചേഴ്സ്, ഡി ബോൺസ്. ഇത് ഏതാണ്? തിരിച്ച് അടവ് നിർബന്ധമല്ല. വിച്ച് ഡസ് നോട്ട് എന്ന് പറയുന്നത് ഡസ് നോട്ട് റിക്വയർ റീപേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടവ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ലോണിൻ്റെ കാര്യം നോക്കിയാൽ മതി, ആ ആൻസർ അതൊരിക്കലും അല്ല എന്ന് മനസ്സിലാവും. ലോൺ എടുത്താൽ നമ്മൾ തിരിച്ചടയ്ക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, അത് അടയ്ക്കണം. ഓക്കെ, സോ ലോൺ അല്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള തിരിച്ചടയ്ക്കണ്ട എന്നുള്ളത് ഏതാണെന്നാണ്. ഈ ഒരു ടൈപ്സ് ഓഫ് ഫണ്ടിനെ നോക്കിയാൽ മതി. ഓപ്ഷൻ ബി നോക്കൂ, ബി ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർസ് നമ്മൾ തിരിച്ചടയ്ക്കണം. ഇക്വിറ്റി ഷെയർസിൻ്റെ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അവരെ നമ്മൾ എന്തെന്നാണ് പറയാറ്? ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്നാണ് പറയുക, അല്ലേ? ഓണേഴ്സ് ഫണ്ട് എന്നാണ് നമ്മൾ ഓൾറെഡി ഇക്വിറ്റി ഷെയർസിനെ പറയുന്നത്. സോ എന്തല്ല, ഇക്വിറ്റി ഷെയർസിന് ഈ റീപേയ്മെൻറ്റ് ബാധകമല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ വിച്ച് സോഴ്സ് ഓഫ് ഫണ്ട് ഓർ സോഴ്സ് ഓഫ് ഫിനാൻസ് വിച്ച് ഡസ് നോട്ട് റിക്വയർ റീപേയ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണത്? അത് ആൻസർ ബി ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ്, ഇക്വിറ്റി ഷെയർസ് ആണ്. ഓക്കെ, ലോൺ അല്ല, കാരണം ലോൺ നമ്മൾ തിരിച്ചടയ്ക്കണം. ദെൻ സിയും ഡിയും നോക്കൂ, ഡിബെഞ്ചർ ആൻഡ് ബോണ്ട്. അത് രണ്ടും എന്താണ്? ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്, ബോറോവ്ഡ് ഫണ്ടാണ്. ഓക്കെ, ഇത് പറഞ്ഞു ഓണേഴ്സ് ഫണ്ടാണ് ഇക്വിറ്റി ഷെയർസ്. നമ്മുടെ ഡിബെഞ്ചറും ബോണ്ടും ഒക്കെ എന്താണ്? നമ്മുടെ ബോറോവ്ഡ് ഫണ്ടാണ്. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്, ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ആണ്. സോ അതിന് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. സോ എന്താണ്? അതും തിരിച്ചടയ്ക്കേണ്ടതാണ്. അതിന് റീപേയ്മെൻറ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ റീപേയ്മെൻറ്റ് ഉണ്ട് ഡിബെഞ്ചറിനും ബോണ്ടിനും, ബിക്കോസ് ദേ ആർ ബോറോവ്ഡ് സെക്യൂരിറ്റീസ്. ഓക്കെ, നമ്മൾ കടം വാങ്ങുന്ന സെക്യൂരിറ്റീസ് ആണ് അതൊക്കെ. ഇത് ബി എന്താണ്? ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഇസ് ആൻ ഓണേഴ്സ് ഫണ്ട്, അല്ലെങ്കിൽ എന്താണ്? ഓണേഴ്സ് ഇക്വിറ്റി എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, സോ നമ്മുടെ തിരിച്ചടവ് വേണ്ടാത്ത ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഇക്വിറ്റി ഷെയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഏതാണ്? 10th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫോം ഓഫ് അഡ്വർടൈസിങ് അലോസ് ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ വിത്ത് ദ ഓഡിയൻസ്? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഓപ്ഷൻ എ ടെലിവിഷൻ, ബി റേഡിയോ, സി ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ് ആൻഡ് ഡി ന്യൂസ് പേപ്പർ. ഒരു അഡ്വർടൈസിങ് ആണ്, ഒരു ഫോം ഓഫ് അഡ്വർടൈസിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അതെന്ത് ചെയ്യുന്നുണ്ട്? വിച്ച് അലോസ് ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ വിത്ത് ദ ഓഡിയൻസ്. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അല്ലെങ്കിൽ കാണികൾ. ആ പരസ്യം അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഫോമാണ്. അത് കാണുന്ന ആൾക്കാരുമായിട്ട് ഇൻ്ററാക്ഷൻ നടത്തുന്നത് ഇതിലേതാണ്? ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇൻ്ററാക്ഷൻ എന്ന ഈ ഒരു ടേമാണ്. ലുക്ക് ദിസ് വൺ, ഇൻ്ററാക്ഷൻ. ഓക്കെ, എന്താണ് ഇൻ്ററാക്ഷൻ എന്നുള്ള ടേമിൻ്റെ മീനിങ് എന്താണ്? ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ ആണ്. ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ
നമുക്ക് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ സ്റ്റുഡൻസുമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ, ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, ഞാൻ ഇവിടുന്ന് പറയുന്നതിന് അവിടെ നിന്നും ആൻസർ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, ഒരു ഇൻട്രാക്ഷൻ വേണം, പരസ്പരം ഒരു എന്താ പറയുക, ഒരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വേണം, കണക്ഷൻ വേണം, അങ്ങനെയാണ് പറയുക. അതിനാണ് നമ്മൾ ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ എന്ന് പറയുക. പരസ്പരം നമുക്ക് എന്ത് വേണം, അപ്പോൾ തന്നെ കണ്ട് കേട്ട് അതിന് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഒപ്പീനിയൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു ഫോം ഓഫ് അഡ്വർടൈസിങ് ഏതാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് വേണം ഓപ്ഷനിലേക്ക് നോക്കാൻ. ഓക്കെ, ഓപ്ഷൻ എ ടെലിവിഷൻ. സോ ഞാൻ ആൻസർ പറഞ്ഞിട്ട് ബാക്കി ഓപ്ഷൻസ് പറയാം. അങ്ങനെയാകുമ്പോൾ ഡയറക്റ്റ് ഇൻട്രാക്ഷനാണ് പറയണത്. ഓക്കെ, അപ്പോൾ അതേതായിരിക്കും? ടെലിവിഷനാണോ, റേഡിയോ ആണോ, ഇൻ്റർനെറ്റ് അഡ്വർടൈസിംഗ് ആണോ, ന്യൂസ് പേപ്പർ ആണോ? ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ്റർനെറ്റ് അഡ്വർടൈസിംഗ്. എന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റ് അഡ്വർടൈസിംഗ് ആയിട്ടുള്ളത്? അത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണ്. യൂസേഴ്സ് ഓഫ് കൂടുതലും യൂത്തിനെ അല്ലെങ്കിൽ യങ് പീപ്പിളിനെ എന്താ പറയുക എയിം ചെയ്തിട്ട് വരുന്നതാണ് നമ്മുടെ ഇൻ്റർനെറ്റ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ്ററാക്ഷൻ, അത് ആലോചിക്കണം, ഡയറക്റ്റ് ഇൻട്രാക്ഷനാണ്. ഈവൻ നമ്മളൊരു ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ് കണ്ടാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, എന്തിനെങ്കിലും കുറിച്ചിട്ടൊരു ആഡ് നമ്മൾ കണ്ടു, സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് ആഡ് കണ്ടു, ഈവൻ സ്റ്റോറി വ്യൂ ചെയ്യുന്നതിനിടയിലോ അല്ലെങ്കിൽ സാധാ നമ്മുടെ ഫീഡിലോ വന്ന് കിടക്കുന്നു. സോ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും അങ്ങനെയുള്ളത് കിട്ടും. ഇഫ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് കൈൻഡ്സ് ഓഫ് ആഡ്, വി ക്യാൻ ക്ലിക്ക് ദ നോട്ട് ഇൻട്രസ്റ്റഡ് ബട്ടൺ. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കാം. ഈവൻ നമുക്കിപ്പോൾ ലൈക്ക് വല്ല റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഒരു ക്ലിക്ക് കൊടുത്താൽ മതി, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാം വെച്ച് പറഞ്ഞത്. ചിലരുണ്ടായിരിക്കും ചാറ്റ് ഓൺ വാട്സപ്പ് എന്ന് പറയും. നമുക്ക് നേരിട്ട് ആ ഒരു പേജിൽ നിന്ന് നമുക്ക് വാട്സപ്പിലേക്ക് അവരുമായിട്ട് കോൺടാക്റ്റിലേക്ക് എത്താൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് അഡ്വർടൈസിംഗ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഇൻട്രാക്ഷൻ, നമ്മുടെ കാണുന്ന ആൾക്കാർക്കും ചെയ്ത ആൾക്കാർക്കും ഒരു ഇൻട്രാക്ഷൻ കൊടുക്കാൻ പറ്റുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് മറ്റുള്ള ഓപ്ഷൻസ് ബിയും ഡിയും നോക്കൂ, റേഡിയോയും ന്യൂസ് പേപ്പറും. അത് നമുക്കറിയാം, റേഡിയോ നമുക്ക് ജസ്റ്റ് കേൾക്കാനേ പറ്റുള്ളൂ, കാണാൻ പോലും പറ്റില്ല, അപ്പോഴേ പോയത്. ദെൻ നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വേണമല്ലോ. ദെൻ ന്യൂസ് പേപ്പർ ആണെങ്കിൽ പോലും എന്താണ്, നമ്മൾ വായിക്കുന്നു, ചിലപ്പോൾ നമ്മൾ മുന്നേ ഉള്ള പാസ്റ്റ് കാര്യങ്ങളാണ് നമ്മുടെ ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണാറുള്ളത്, അല്ലേ? പാസ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ അതിലൊരു അഡ്വർടൈസിങ് വരുമ്പോൾ, അഡ്വർടൈസിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈവൻ റേഡിയോയിൽ അഡ്വർടൈസിങ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു കവറേജ് കുറവാണ്. ദെൻ നമ്മുടെ ശ്രദ്ധ പോകും, നമ്മൾ കാണുന്നില്ലല്ലോ. ദെൻ ന്യൂസ് പേപ്പറിലാണെങ്കിൽ പോലും വലിയൊരു പേപ്പറിൽ നമ്മൾ അഡ്വർടൈസിങ് മാത്രമായിട്ട് തിരയുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസിങ്ങിൻ്റെ ഒരു വലുപ്പം അത്രയും വേണം. നമുക്കൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ എന്നുള്ള ഒരു ടേമാണ് നമ്മളവിടെ നോക്കേണ്ടത്. എല്ലാതും ഓക്കെ ആണ് ഈ ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ്, ഓക്കെ. പക്ഷേ എന്താണ് അവിടെ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ എന്ന് അവർ പ്രത്യേകം സ്പെസിഫൈ ചെയ്തത് കൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിൽ പോസിബിൾ അല്ല. നമ്മളത് വായിക്കുന്നു, ദെൻ ഈവൻ നമുക്ക് അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ഷൻ കുറവാണ്. ഓക്കെ, ദെൻ ടെലിവിഷൻ നോക്കൂ, ഓപ്ഷൻ എ ടെലിവിഷൻ. ടെലിവിഷൻ നമുക്ക് കാണാം, കേൾക്കാം അഡ്വർടൈസിങ്, ബട്ട് എന്തല്ല ഇൻറ്ററാക്ട് ചെയ്യാൻ നമുക്ക് ടി വിയിൽ പോയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഇല്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻട്രാക്ഷൻ നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, സോ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ, നമ്മളുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ കുറച്ചും കൂടെ കൂടുതൽ ആർക്കാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഫോം ഓഫ് അഡ്വർടൈസിങ്ങിലാണ്? ഓപ്ഷൻ സി ആണ് ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ്. ഓക്കെ ആണല്ലോ? അതാ ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യനിൽ ചില വേർഡ്സ് എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം നോക്കണം. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ടെലിവിഷനാണ്, ഇല്ലേ? ഞാൻ പറഞ്ഞതാണ് ചിലപ്പോൾ ഒരു പോസിബിലിറ്റി ചിലവർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം ടെലിവിഷൻ അല്ലേ എന്ന്. ഓക്കെ, ദ ആൻസർ ഈസ് നോട്ട് ടെലിവിഷൻ, ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ, ദ മെയിൻ പേർപ്പസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഈസ് ടു. നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെയിൻ പേർപ്പസ്, അതിൻ്റെ പേർപ്പസ് എന്താണ്, ലൈക്ക് അതിനൊരു റീസൺ എന്താ എന്ന് പറയാം, അങ്ങനെയൊക്കെ പറയാം. റീസൺ എന്താണ്, എന്തിനാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ മെയിനായിട്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് എ ബി സി ഡി. എ ഫയർ എംപ്ലോയീസ്, ബി evaluate employees performance, C reduce workload, and option D increase competition among employees. ഒന്ന് ഫയർ എംപ്ലോയീസ്, evaluate employees,
റെഡ്യൂസ് വർക്ക് ലോഡ്, ഇൻക്രീസ് കോമ്പറ്റീഷൻ. സോ നമ്മുടെ ആൻസർ എന്താണ്? നമുക്ക് ആലോചിച്ചാൽ മതി. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാലോ. പെർഫോമൻസ് അപ്രൈസൽ അവരുടെ പെർഫോമൻസിനെയാണ് നമ്മൾ വിലയിരുത്തുക അല്ലേ, പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, സോ അത് എന്തിനുള്ളതാണ്? ഓപ്ഷൻ ബി ആണ്. അത് സിമ്പിൾ അല്ലേ, ഇവാലുവേറ്റ് എംപ്ലോയീസ് പെർഫോമൻസ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ പേർപ്പസ് എന്താണ്? ടു ഇവാലുവേറ്റ് എംപ്ലോയീസ് പെർഫോമൻസ്. എന്തുകൊണ്ട് ബാക്കി 3 ഓപ്ഷനും ആവുന്നില്ല? ഓപ്ഷൻ എ എന്താണ്? ഫയർ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ. ഫയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫയറിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നമ്മളെ തീ എന്നുള്ളതാണ്. ഫയർ ഫോഴ്സ്, എംപ്ലോയീസിനെ കത്തിക്കുക എന്നല്ല കേട്ടോ. ഫയർ അതറിയാം എല്ലാവർക്കും എന്ന് തോന്നുന്നു അല്ലേ? അത് ഫയർ എംപ്ലോയീസ് നമ്മൾ ഫിലിംസിലാണെങ്കിലും നമുക്കറിയാലോ ആ ഒരു ടേം. ഫയർ ചെയ്യുക, യു ആർ ഫയർഡ് എന്ന് പറയും. ജോലിയിൽ നിന്ന് ഒഴിവാക്കുക, അവരെ പിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണോ, ഡിസ്മിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഫയർ എംപ്ലോയീസ്? അതാണോ? അല്ല. പെർഫോമൻസ് അപ്രൈസൽ ആ ഒരു ടേമിൽ തന്നെ ഉണ്ട്. അത് അവരുടെ പെർഫോമൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ അല്ലാതെ അവരുടെ ജോലി കളയാനല്ല. ഓക്കെ, ദെൻ റെഡ്യൂസ് വർക്ക് ലോഡാണ്. അവരുടെ ജോലി ഭാരം കുറയ്ക്കാൻ ആണോ? ജോലി ഭാരം കുറയ്ക്കാനാണ് പേർപ്പസാണ് ചോദിച്ചിട്ടുള്ളത്. മേ ബി നമുക്ക് റിലേറ്റ് ചെയ്ത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറയാം, അങ്ങനെയൊക്കെ ആവുമായിരിക്കാം മേ ബി. പക്ഷേ എന്തല്ല, നമ്മളടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പെർഫോമൻസ് അപ്രൈസലിൻ്റെ പേർപ്പസ്. ദെൻ വി ഹാവ് ദിസ് ഓപ്ഷൻ ഓൾസോ അല്ലേ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ പേർപ്പസ് എന്താണ്? ഇവാലുവേറ്റ് എംപ്ലോയീസ് പെർഫോമൻസ് ആണ്, വർക്ക് ലോഡ് കുറയ്ക്കാനല്ല. ദെൻ ഡി എന്താ? ഇൻക്രീസ് കോമ്പറ്റീഷൻ എമംഗ് എംപ്ലോയീസ്. മേ ബി ഈ ഒരു നമ്മൾ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ വർക്ക് ലോഡ് കുറയുമെന്ന് എനിക്കറിയില്ല. കോമ്പറ്റീഷൻ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഇൻക്രീസ് ചെയ്യാം ആണല്ലോ. സോ പക്ഷേ എന്തല്ല, ഡയറക്റ്റായിട്ട് അതിൻ്റെ പേർപ്പസ് എന്താണ്? നമ്മുടെ മെയിൻ പേർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഇവാലുവേറ്റ് എംപ്ലോയീസ് പെർഫോമൻസ് ആണ്. എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, വർക്കേഴ്സിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻ കൂട്ടലല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ എന്താണ്? ദ മെയിൻ പേർപ്പസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഈസ് ടു ഓപ്ഷൻ ബി, ഇവാലുവേറ്റ് എംപ്ലോയീസ് പെർഫോമൻസ്. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ദെൻ 12th ക്വസ്റ്റ്യൻ നോക്കാം. The document that contains rules and regulations for the internal management of a company is A. Articles of Association, B. Memorandum of Association, C. Prospectus and D. Balance sheet. 4 തന്നിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഡോക്യുമെൻറ്റിൽ എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് അതേതാണ്? ആർട്ടിക്കിൾസ്, മെമ്മോറാണ്ടം, പ്രോസ്പെക്ടസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഒന്നും ഒട്ടുമല്ലോ അല്ലേ. സോ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കണം അതെന്താണ്? ബൈലോസ് ഓഫ് ദ കമ്പനി എന്ന് നമ്മൾ പറയും. എന്തിനെ? നമ്മുടെ ആർട്ടിക്കിൾസിനെയാണ് നമ്മളത് പറയാം അല്ലേ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് AOA എന്നതിൻ്റെ അക്രോണിമായിട്ട് എഴുതും. സോ ദ ഡോക്യുമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ദ internal management of the company is option A, articles of association. ഓക്കെ ആണല്ലോ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് അതിൽ പറയുന്നത് എന്തായിരുന്നു? കമ്പനിയും കമ്പനിയുടെ മെമ്പേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെയാണ് പറയുന്നത്. അതെന്തല്ല, കമ്പൾസറി ഒന്നുമല്ല, പക്ഷേ എന്താണ്, ഇത് നമ്മുടെ കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മുടെ ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഓക്കെ, മെമ്മോറാണ്ടം എന്തായിരുന്നു? MOA അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താ? ഇറ്റ് ഷോസ് അല്ലെങ്കിൽ ഇറ്റ് ഡിഫൈൻസ് ദ റിലേഷൻ ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഓർ തേർഡ് പാർട്ടീസ് ആണ്. കമ്പനിയും പുറത്തുള്ള ആളുകളും അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളും തമ്മിലുള്ള റിലേഷനാണ് മെമ്മോറാണ്ടത്തിൽ. അപ്പോൾ അതല്ല. ദെൻ C, പ്രോസ്പെക്ടസ് ആണ്. എന്താണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ? പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു പബ്ലിക് ആണ്. നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്ന ഇൻവിറ്റേഷൻ ആണ് ടു സബ്സ്ക്രൈബ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക്കിന് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ്. ഇൻവിറ്റേഷൻ ഉദ്ദേശിച്ചാൽ മതി. ഇൻവിറ്റേഷൻ ടു പബ്ലിക് ആണ് നമ്മുടെ എന്ത്? പ്രോസ്പെക്ടസ്. പബ്ലിക് കമ്പനീസൊക്കെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതുമല്ല. ദെൻ ഓപ്ഷൻ ഡി, ബാലൻസ് ഷീറ്റ് ആണ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് അല്ല. ബാലൻസ് ഷീറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് തയ്യാറാക്കുന്ന ഒരു ഇയർ എൻഡിൽ തയ്യാറാക്കുന്ന ഒരു എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 12th ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പിന്നെ കുറച്ച് നെക്സ്റ്റ് ഒരു 6 ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തതെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ